നമസ്കാരം പ്രിയപ്പെട്ടവരെ, വൊക്കാബുലറി സീരീസിലെ രണ്ടാം ദിനം നമ്മൾ ഇന്ന് കാണുന്നത് മറ്റൊരു ചോദ്യമാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്: കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. കൂട്ടത്തിൽ പെടാത്തത് തന്നിരിക്കുന്ന ഓപ്ഷനുകൾ സാമുദ്രം, വസിരം, അക്ഷീപം, മഞ്ഞ് എന്നിവയാണ്. ഇതിൻ്റെ ശരി ഉത്തരം മഞ്ഞ് എന്നതാണ്. കൂട്ടത്തിൽ പെടാത്തത് മഞ്ഞ്. കാരണം മറ്റ് വാക്കുകളുടെ എല്ലാ അർത്ഥം ഒരേ അർത്ഥമാണ്. ഉപ്പ് എന്നാണ് ആ വാക്കുകളുടെ അർത്ഥം. സാമുദ്രം, സമുദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത്. വസിരം, അക്ഷീപം, ഇതിനെല്ലാം ഉപ്പ് എന്നാണ് അർത്ഥം. എന്നാൽ മഞ്ഞ് വേറിട്ട് നിൽക്കുന്ന വാക്കാണ്. കൂട്ടത്തിൽ പെടാത്തത് മഞ്ഞ് എന്നതാണ്. ഇനി നമുക്ക് ഉപ്പ് എന്നതിൻ്റെ പര്യായങ്ങൾ നോക്കിയാൽ ലവണം, വസിരം, സാമുദ്രം, അക്ഷീപം, ഈ വാക്കുകളെല്ലാം ഉപ്പ് എന്നർത്ഥം വരുന്നതാണ്. എന്നാൽ മഞ്ഞിൻ്റെ പര്യായങ്ങളാണ് നീഹാരം, തുഷാരം, ഹിമം, തുഹിനം, പ്രാലേയം. ഇതെല്ലാം മഞ്ഞ് എന്നർത്ഥം വരുന്നതാണ്. തുഷാരം, നീഹാരം, തുഹിനം, ഹിമം, പ്രാലേയം തുടങ്ങിയവ. ഉപ്പിൻ്റെ പര്യായങ്ങളാണ് ലവണം, വസിരം, സാമുദ്രം, അക്ഷീപം. മഴ എന്നർത്ഥം വരുന്ന വാക്കുകളാണ് മാരി, വാരി, വർഷം, വൃഷ്ടി, വർഷണം തുടങ്ങിയവ. മാരി, വാരി, അതും മഴ, വെള്ളം എന്നർത്ഥമുള്ള വാക്കാണ്. വാരി, മാരി, വർഷം, വൃഷ്ടി, വർഷണം. അതുകൊണ്ടാണ് വർഷം കാലവർഷം, കാലത്തിനനുസരിച്ചുള്ള മഴ. തുലാവർഷം, തുലാമാസത്തിലെ മഴ. വൃഷ്ടി, മഴ, അതുകൊണ്ടാണ് അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശം നമ്മൾ ഇംഗ്ലീഷിൽ കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്ന മഴ പെയ്തേൽക്കുന്ന പ്രദേശം. പുഷ്പവൃഷ്ടി, പുഷ്പങ്ങൾ കൊണ്ടുള്ള വൃഷ്ടി, പൂക്കൾ കൊണ്ടുള്ള മഴ, അതാണ് പുഷ്പവൃഷ്ടി. വർഷണം, ഇതെല്ലാം മഴ എന്നർത്ഥം വരുന്നതാണ്. കാറ്റ് എന്നർത്ഥം വരുന്ന വാക്കുകളാണ് അനിലൻ, ആസുകൻ, പവനൻ, മരുതൻ, മാരുതൻ രണ്ടും പറയും. അനിലൻ, അസുകൻ, പവനൻ, മാരുതൻ, സമീരണൻ. സമീരണൻ, ഒരുപക്ഷെ നിങ്ങളൊക്കെ ഒരു സിനിമാ പാട്ട് ഓർക്കുന്നുണ്ടാകാം. മന്ദസമീരനിൽ, മന്ദന അനിലൻ, മന്ദമായ കാറ്റ്, മന്ദമാരുതൻ, അതാണ് സമീരണൻ. ഇതെല്ലാം കാറ്റ് എന്നർത്ഥം വരുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഉപ്പിൻ്റെ പര്യായങ്ങൾ ലവണം, വസിരം, സാമുദ്രം, അക്ഷീപം. മഞ്ഞിന് നീഹാരം, തുഷാരം, തുഹിനം, ഹിമം, പ്രാലേയം. മഴയ്ക്ക് മാരി, വർഷം, വൃഷ്ടി, വർഷണം, വാരി. കാറ്റിന് അനിലൻ, ആസുകൻ, പവനൻ, മാരുതൻ, സമീരണൻ. അപ്പോൾ ഇന്ന് കുറച്ചേറെ വാക്കുകളുടെ പര്യായങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇത്തരത്തിലുള്ള പര്യായമാലയുമായി, പര്യായ പദങ്ങളുടെ പരമ്പരയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം. കാത്തിരിക്കുക, കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക.